അമ്മച്ചി ഏതായാലും പിടിച്ച പിടിയാൽ അവനെ കൊണ്ട് ധ്യാനം കൂടാൻ സമ്മതിപ്പിച്ചല്ലോ. മതി, ഇനി ഞങ്ങൾ അച്ഛന്മാർക്ക് വിട്ടേരെ, അവൻ ശരിയായിക്കോളൂ. ധ്യാനം കൂടിയിട്ട് കുടി നിർത്തിയവരൊക്കെ ഉണ്ട്. പക്ഷേ തോപ്പന്റെ കാര്യത്തിൽ എനിക്ക് എന്നാണോ ഒരു ഉറപ്പില്ല. സൂസമ്മേ, നിന്റെ കരിനാക്കെടുത്ത് വളയ്ക്കണ്ട. അല്ല തോപ്പ, ഈ ധ്യാനം കൂടിയ കള്ളോട് നിർത്തോ? നിർത്തിക്കുന്നൊക്കെയാ മോനെ പറയുന്നേ. വേണ്ട തോപ്പ, കള്ളുകൂടി നിർത്തിയ തോപ്പ ഭയങ്കര ബോറാ. ആണോ? ശരിയാ, ഏത് നേരം നോക്കിയാലും പഠിക്കാൻ പറഞ്ഞോണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ വല്യമ്മച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ കൊച്ചേ? നമ്മുടെ കടുപ്പിലെ സിബി എന്നെ കുടിയായിരുന്നു, ഷാപ്പിൽ തന്നെ കിടപ്പല്ലായിരുന്നു. നമ്മുടെ വാളംപറമ്പിലെ അച്ഛൻ ഒരൊറ്റ പിടുത്തമാണ്. പിന്നെ അവൻ ആ ഷാപ്പിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. നേരാണോ അച്ഛൻ? പിന്നല്ലാതെ വാളംപറമ്പിൽ അച്ഛന്റെ ധ്യാനം കൂടിയ ഒരാളും ഇന്നേ വരെ വഴിതെറ്റിയ ചരിത്രമില്ല. ചരിത്രം വഴി മാറും ചിലർ വരുമ്പോൾ എന്നല്ലേ അച്ചോ? എനിക്ക് നിന്നോടൊക്കെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നതാച്ചോ? നീയൊന്നും അവിടെ ചെന്നിട്ട് നന്നായില്ലേലും കുഴപ്പമില്ല, അവിടെ ഉള്ളവരെയും കൂടെ ചീത്തയാക്കാതിരുന്നാ മതി. ഓ പിന്നെ അവിടെയുള്ള കള്ളുകൂടിയന്മാരെല്ലാം കൂടി ഞങ്ങളെ ചീത്തയാക്കാതിരുന്നാ മതി. അതിന് നീയൊക്കെ ഇനി എന്നാ ചീത്തയാനാ? പിന്നെ ഈ വാളംപറമ്പിൽ അച്ഛൻ്റെ അടുത്ത് നിന്റെ ഒന്നും ഒരു വെളച്ചിലും നടക്കാൻ പോകുന്നില്ല. അച്ഛനാളൊരു വാളാ. ഓ, അച്ഛനും വാളാണോ? അതല്ലടാ, വചനത്തിന്റെ വാൾ. ഇത് അച്ഛന്റെ കയ്യിലോട്ട് കൊടുത്തേച്ചാ മതി, നിന്നെയൊക്കെ പൊന്നുപോലെ നോക്കിക്കോളൂ. എന്നാ പിന്നെ പ്രാർത്ഥിച്ചിട്ട് ഇവരിറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. തിരികെ കർത്താവായ യേശുവേ, മദ്യപാനികളും സർവോപരി തോന്നിവാസികളുമായി ഈ പാപികളെ അങ്ങയുടെ തൃപ്പാദങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. ഇവർ പങ്കെടുക്കാൻ പോകുന്ന ധ്യാനത്തിലൂടെ ഇവരെ സകലവിധമായ പാപങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സർവ്വവിധമായ ലഹരികളിൽ നിന്നും മുക്തി നേടാൻ ഇവരെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. എന്നാ പിന്നെ സ്തുതി കൊടുത്തിട്ട് ഇറങ്ങിക്കോടാ. മോനെ, ഇതോടെ കുടി നിർത്തിയാക്കണേടാ. ആരാ? എന്താ ചേട്ടാ, ധ്യാനം കൂടി നല്ലവരാകാൻ വന്നതാ. വല്ല ചാൻസും ഉണ്ടോ? ബാബുജായോ, എന്നാ ഒക്കെ ആയാലും സംഗതി നല്ല സെറ്റപ്പാ കേട്ടോ. കണ്ടിട്ട് പേടിയാവുന്നടാവേ. ഓ, പിടിച്ചിട്ടൊന്നുമില്ല, ബാഗെല്ലാം എടുത്തോടാവ്. ഈ ആന്തരിക സൗഖ്യം എന്നാടാവ്? എന്നതാണോ? വചനത്തിന്റെ വാൾ. ഓ, ഇതാണോ അച്ഛൻ പറഞ്ഞ പുലി? കാണാൻ പക്ഷെ ഒരു ലുക്കില്ലല്ലേ? അതെ, കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ആനക്കാട്ടിൽ അച്ഛൻ തന്നേച്ചാ തന്നേ. ഓ, വിളിച്ചിരുന്നു. വന്നാട്ടെ. ആനക്കാട്ടിൽ അച്ഛന്റെ ഇടവേഗം നാലിയോ? അതെ അച്ഛോ. ആരാ ഈ തോപ്പിൽ ജോപ്പൻ? ഞാനന്നേ. പ്രണയ നൈരാശ്യം മൂലമുള്ള കടുത്ത മദ്യപാനം. ശരിയാക്കി എടുക്കാം. ആനക്കാട്ടിലച്ഛൻ എഴുത്തി കൂടെ കുത്തിയതാ. എഴുത്തു കുത്തെന്ന് കേട്ടിട്ടില്ലേ? അതാ. അപ്പൊ ബാക്കിയുള്ള ഒരു ജോപ്പന് കൂട്ടു വന്നതായിരിക്കുമല്ലയോ? ഞങ്ങളും വിശ്വാസികളാണ്. അതെ, ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവർ. അച്ഛനെങ്ങനെ മനസ്സിലായി? അതെ, ഇവിടെ ചില നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യമായി പാലിച്ചിരിക്കണം. കേട്ടല്ലോ? ഈ നിയമങ്ങളൊക്കെ പാലിക്കാത്തവരെ ഇവിടുന്ന് പുറത്താക്കുമായിരിക്കും അല്ലേ അച്ചോ? ഒരിക്കലുമില്ല. അവരെ നിയമങ്ങൾ പാലിക്കാൻ പ്രാപ്തരാക്കും. കഠിനമായ വ്രതങ്ങളിലൂടെയും കടുത്ത ധ്യാനമുറകളിലൂടെയും അത് സാധിപ്പിക്കും. കുഞ്ഞേ, കഠിനമായ ധ്യാനമുറകൾ എന്നാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടിണിക്കിട്ട് അനുസരിപ്പിക്കുമെന്ന്. തോപ്പിൽ ബാസിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജോപ്പൻ. അത് തന്നെ. നിയമങ്ങളും പ്രാർത്ഥനാ സമയങ്ങളും ഒക്കെ ഇതിലുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കിയൊക്കെ വാൾഡിയേഴ്സ് പറഞ്ഞു തരും. അപ്പൊ ശരി, ധ്യാനം തുടങ്ങാറായി. പെട്ടിയും പ്രമാണങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ടേ ഹാളിലേക്ക് വന്നോളൂ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ അച്ചോ. ഒന്ന് നിൽക്കൂ. ഇത്രയും വിനയം വേണ്ട, വിനയപ്രസാദായി പോവും. ഓ, ഒരു പൊടിക്ക് കുറച്ചോളൂ. വിനയം 2 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. പോടാ. ഇതിലും ഭേദം ചെയ്യില്ലായിരുന്നു. ഇത് രണ്ടും ഇതും ഒക്കെയാണ് നിങ്ങളുടെ കിടപ്പ് സ്ഥലം. ബായിയൊക്കെ ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് ധ്യാന ഹാളിലേക്ക് വന്നോളൂ. ധ്യാനം തുടങ്ങി. അയ്യടാ, ഇത് കൊള്ളാട്ടോ, ട്രെയിനിന്റെ സെറ്റപ്പാണ്. ഇച്ചിരി കുലുക്കം കൂടെ ഉണ്ടായിരുന്നേ കറക്റ്റ്. എന്നാ കുലുങ്ങിക്കോടാ. ഈ അപ്പുറത്ത് ഞാൻ എടുക്കണേ. വേണ്ട. നിനക്ക് കിടന്നു വിടുന്ന സ്വഭാവമുള്ളതാ. നീ മൂളി കിടന്നാ താഴെ കിടക്കുന്നവർക്ക് വേണ്ട. ഇതിപ്പോ എന്നാ ചെയ്യാനാ? ബാഗിൽ വെക്കണ്ട, ചിലപ്പോ ആ വാളണ്ടിയർമാർ തപ്പിയാ കാണും. ഇടുപ്പി തിരിക്കും. പൊങ്ങി നിൽക്കരുത്. ഇന്നറിയാതെ ജെട്ടിയിട്ടത് എന്തായാലും ഭാഗ്യായി. അണ്ടർവെയർ കിട്ടണ്ടല്ലോ അല്ലേ? കുപ്പി വെക്കേണ്ടോണ്ടിട്ടുണ്ടോ?
Hallelujah. 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 Praise the Lord. ദൈവമേ സ്തോത്രം. രണ്ടെണ്ണം അടിച്ചായിരുന്നേ ബഹളം വയ്ക്കാൻ ഒരു മജ ഉണ്ടായിരുന്നേ അല്ലേ? ഇന്ന് ഈ ധ്യാനം ഇവിടെ തുടങ്ങുകയാണ്. പിശാചിനെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ സമയമായിരിക്കും. ലഹരി പിശാചാകും. മദ്യവും മയക്കുമരുന്നും മറ്റു പുകയില ഉൽപ്പന്നങ്ങളും പിശാചിന്റെ സന്തതികളാകുന്നു. Sons of David. അപ്പൊ ഈ പിശാചിന്റെ ഭാര്യ ആരായിരിക്കും? ഇടുക്കി ഗോൾഡ്. പിശാചിന്റെ സന്തതികളിൽ നിന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്നെ കാണിക്കുന്നു, ഇവിടെ പലരുടെയും കയ്യിൽ പിശാചിന്റെ സന്തതികളായ സിഗരറ്റ് മദ്യവും ഒക്കെ ഉള്ളതായിട്ട്. ദാ ഇവിടെ ഈ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് വലിച്ചെറിയൂ അവന്റെ ദുഷ്ട സന്താനങ്ങളെ. മടിക്കാതെ കൊണ്ടുവന്ന് നിക്ഷേപിക്കൂ, ഇല്ലെങ്കിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാവുമെന്ന് കർത്താവ് എന്നെ അറിയിക്കുന്നു. എന്താണ് നിങ്ങൾ മടിച്ചിരിക്കുന്നത്? നിക്ഷേപിക്കൂ. എല്ലാവരും ഉണ്ടല്ലോ, വന്നോളൂ, നിക്ഷേപിച്ചോളൂ, നോക്കണ്ടായിട്ടോ. തോപ്പ നമ്മൾ കൊണ്ടിടേണ്ടി വരുമോ? കൊണ്ടിട്ട് ഒന്നുകൂടെ ഞാൻ 5 ദിവസത്തൊക്കെ ആവപ്പെടാനുള്ള സാധനം. ഇനിയുമുണ്ട് രണ്ടുപേർ കൂടി ഉണ്ട് ഇവിടെ. ആ 2 പേരുടെ ഇടുപ്പുകളിൽ പിശാചിന്റെ സന്തതികളെ സൂക്ഷിക്കുന്നതായി കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു. ആ 2 പേർ ആരാണ്? മനസ്സിലായി നമ്മളെ സാധനം ഉണ്ടെന്ന്. അയ്യോ ദിവ്യൻ. ആ 2 പേര് നമ്മൾ 2 പേരും ആയിരിക്കുമോ? ഓ നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയാതടാ എരണം കെട്ടവനെ. കർത്താവ് എനിക്ക് ആ 2 പേരെ കാണിച്ചു തന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളെ പിടിക്കണോ, അതോ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിക്ഷേപിക്കുന്നുവോ? നീ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരും. രക്ഷയില്ല. 5-6 രണ്ടുപേരുണ്ടായിരുന്നു. അച്ഛൻ പണി തന്നതാ. എഴുന്നേറ്റ എല്ലാ 2 പേരും ഇങ്ങോട്ട് വന്നോളൂ. ഈ അച്ഛൻ കുടിയന്മാരെ ബ്രാക്ക് തീർക്കാനായിട്ട് വേറെ ധ്യാനം കൂടേണ്ടി വരും. എന്താ ചിരി? വന്നോളൂ, നാണിക്കണ്ട. ദൈവത്തിന്റെ മുമ്പിൽ ഇതെല്ലാം കൂടി എന്നാ ചെയ്യുമായിരിക്കും? കൊണ്ടുപോയി അലുവ ഉണ്ടാക്കും. എന്നാ പോരെ? അലുവ കിട്ടിയാലും മതിയായിരുന്നു. അയ്യോ, കുടിച്ചു കൊഞ്ചു പോലെ ആയല്ലോ. ഇനിയും നിർത്താറായില്ലേ? നിർത്തിയതാ, വേണമെങ്കിൽ ഇനിയും നിർത്താം. കട്ടപ്പന ബ്യൂറേജ് പോലുണ്ട്. എന്തോരം വെറൈറ്റികളാ ഈ ബക്കറ്റ് അടിച്ച് മാറ്റി വരൂട്ടാ. എന്നെ നീ കരയിക്കാതെ കൊണ്ടുവന്ന് ഇടാൻ നോക്ക. വേഗം. ഇതെന്താ പേന? അച്ഛോ ഈ പേരൊരു മഷിയല്ലച്ചോ, മദ്യോട് ഒരു 90. വേഗം പോടോ. ഓ സാത്താനെ. വർഷങ്ങൾക്ക് ശേഷം ആ 2 അടിക്കാതെ ഉച്ചക്ക് ഊണ് കഴിക്കുന്നത്. കർത്താവിന്റെ ഓരോ പരീക്ഷണങ്ങളാ. ഇനി വയറിന് എങ്ങനെ പിടിക്കാതെ വരുമോ? എന്തായാലും കൃത്യസമയത്ത് ആഹാരം കഴിക്കണം ആദ്യമായിട്ടാ. കുടിക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു, നല്ല വിശപ്പ്. അത് ആക്രാന്തം കൊണ്ടാടാ വിശപ്പ്. പെട്ടെന്ന് കള്ളിനെ തള്ളി പറയാതാ ദുഷ്ട. അതെ. ഇവിടെ സാമ്പാറാട്ടാ. ചിക്കനും ബീഫും ഒന്നും ഇല്ലേ ബ്രദറെ? കാല് മതിയോ? മതി. ഓ ഇത് കാലല്ലല്ലോ, കോലല്ലേ? അതെ, ഈ മുരിഞ്ഞക്കോലെ ചിക്കൻ കാലാന്ന് വിചാരിച്ച് അങ്ങ് കടിച്ച് പറിച്ചാ മതി കേട്ടോ. ഇവിടെ നിന്ന് പോണേനും ഈ ബ്രദറിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ചിക്കൻ കോല് വേണ്ട. വേണ്ടേ? പക്ഷേ ഒരെണ്ണം അടിക്കാൻ എന്നാ വഴി? ഉള്ളത് കൊണ്ടാ തെമ്മാടി പകറ്റി ഹോമിച്ചില്ലേ. ഇനി തൽക്കാലം ഈ കരിങ്ങാലി വെള്ളം വിസ്കിയാണെന്ന് വിചാരിച്ച് അടിച്ചാൽ മതി. കരിങ്ങാലി വെള്ളമെങ്കിൽ കരിങ്ങാലി വെള്ളം. ഇവിടുന്നല്ലേ അച്ഛയെ ശബ്ദം കേട്ടത്? അച്ഛോ സൗണ്ട് മാത്രമേ ഉള്ളൂ, സാധനം വേറെ. ഇവിടെ ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടെന്ന് അറിയില്ലേ? അതൊക്കെ സാത്താന്റെ നിഘണ്ടുവിലുള്ള വാക്കുകളാണ്. എന്റെ പൊന്നച്ചോ, ഞങ്ങളുടെ സാത്താന്റെ നിഘണ്ടുവില്ല, ഡിക്ഷണറിയും ഇല്ല. ശീലമായി പോയതുകൊണ്ട് ഈ കരിങ്ങാലി വെള്ളം കുടിക്കുമ്പോൾ ഒരു ആന്തരിക സൗഖ്യത്തിന് വേണ്ടി ചിയേഴ്സ് വിളിച്ചു പോയെന്നുള്ളൂ. അച്ഛൻ ക്ഷമിച്ചുകളാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറയൂ. ഒന്നൊച്ച വെച്ചാൽ, ഒരു ചിയേഴ് ശബ്ദം കേട്ടാൽ ഉണരുന്ന പാപികളാണ് ഇവിടെ ഉള്ളവർ. അവരെ ഉണർത്തരുത്. പിന്നെ കർത്താവ് വീഞ്ഞാക്കിയത് പച്ചവെള്ളമാണ്, അല്ലാതെ കരിങ്ങാലി വെള്ളമല്ല. എന്നെ കൊണ്ട് കടുത്ത ധ്യാനമുറകൾ എടുപ്പിക്കരുത്. എന്റെയാന്ന് എടുത്തോ. ഇനി എഴുത്തണോ? ഹലോ ഹലോ, അരവിന്ദനാണോടാ? അരമണിക്കൂറായാലോടാ കേറിയിട്ട്. എന്നടാ പേറ് വിളിയാണോ? നീ ബുക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കും. വേഗം ചെല്ല്, ധ്യാനം തുടങ്ങാറായി. പിന്നെ സമയത്തിന് ചെല്ലാം. ഇതന്നെ വല്ല കല്യാണമല്ലോ. ആ മാത്തൻ അവിടെ കിടന്ന് ഉറങ്ങാം.
പാപ്പിച്ചാൻ എന്നോട് ക്ഷമിക്ക്. അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എന്തോന്ന്? ക്ഷമാശീലുള്ള ഒരു ദൈവത്തെ കാണും. ഞാൻ എന്തായാലും നാളെ കണ്ടോളാം. എടാ ഞാനാണ് ആദ്യം വന്നേ. ശാഠ്യം പിടിക്കരുത്. ദൈവം നിന്നോട് ചോദിക്കും. പിന്നെ ഇതാ ഒന്ന് പോയ അവിടെ നിന്ന്. എടാ മാത്ത മാത്ത പോത്ത എണിക്കട പോത്ത മാത്തം പോത്താൻ. ഇന്ന് ഈ ഷർട്ടാണ് പോയി കുടിക്കട. സോപ്പ് തോപ്പാ. സോപ്പ് തോപ്പൻ ഞാൻ കണ്ടു. ഞാൻ മാത്രമേ കണ്ടു. ആരെ കണ്ടു? ആനയെ കണ്ടു. ആ ബെസ്റ്റ്. ഇന്നലെ ഒരു ആനയെ പോലെ ഇരുന്നു, ഇന്ന് ആനയെ കണ്ടെന്ന സത്യം പറതോപ്പാ. ധ്യാനം കൂടി ശരിക്കും വെള്ളബോധം കൂടി പോയ മൂന്ന് പോണം. എന്റെ ആനയെ കണ്ടാ എനിക്കത് പാതിരാത്രിക്ക് മനസ്സിലാകും. എന്റെ അനിയോ അങ്ങോട്ട് ചെന്നേച്ചാ മതി. അവളിപ്പോ വല്ലവനും ഭാര്യയാ. ജോപ്പാ നിന്നെ അവള് കണ്ടോ? കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. എന്നാ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അന്നാന്ന് അറിയണോല്ലോ. കണ്ടോ? എവിടെ എവിടെയാടാ? ആ പിങ്ക് സാരി ഉടുത്തോണ്ട് നിൽക്കുന്ന പെണ്ണുങ്ങളില്ലേ, അതിനടുത്ത് മഞ്ഞ സാരി ഉടുത്തു. മഞ്ഞ സാരി? ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടു. നീ കണ്ടോ? കണ്ട മഞ്ഞ മഞ്ഞ എവിടെ? ഞാൻ കണ്ടില്ല. ആ മഞ്ഞ സാരി എല്ലാരും അങ്ങോട്ട് നോക്ക് പാപ്പിച്ച. എന്നാ ഞാനും ഒന്ന് കണ്ടിട്ടുള്ള കാര്യം. അമ്മേ, കരണത്തടിച്ചു പാടാനല്ലടാ, കരങ്ങളടിച്ചു പാടാനാ പറഞ്ഞത്. തെണ്ടി. കണ്ടോ 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 മഞ്ഞ സാരി. ഞാൻ എങ്ങും കണ്ടില്ല. ഞാൻ കണ്ടു. നാണാവല്ലോ, പ്രായത്തിലൊക്കെ ഇല്ലേ? വല്ലപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അവിടെ പരിപാടി? അവിടെ എല്ലാവരും തൊണ്ടകീറി ദൈവസ്തുതി പ്രഘോഷിക്കുമ്പോ നിങ്ങൾ സ്ത്രീകളുടെ വായിലോക്കി ഹല്ലേലൂയ പറയുന്നോ? അച്ചോ, ഞങ്ങള് ആ ആന്തരിക നിർവൃതിയിൽ അങ്ങനെ നിന്നുപോയതാ. അതേച്ചോ, അല്ലാതെ അച്ഛൻ കരുന്ന പോലെ ഞങ്ങള് ആനയെ നോക്കിയൊന്നും അല്ല. ആനയോ? അതേച്ചോ, ആന. പണ്ട് കുട്ടിക്കാലത്ത് ഏതോ ഒരു പള്ളിപ്പെരുന്നാളിലെ തിക്കിലും തിരക്കിലും പെട്ട് ഇവന് നഷ്ടപ്പെട്ടു പോയി ഇവന്റെ കുഞ്ഞനുജത്തി. പിന്നെ എവിടെ തിക്കും തിരക്കും കണ്ടാലും അവൻ അവന്റെ പൊന്നനുജത്തി അന്വേഷിച്ച് നടക്കുമായിരുന്നു. അല്ലേ ജോപ്പ? മോനെ, എന്താ നിന്റെ പേര്? എൽദോ. എൽദോ. ഇമാതിരി സോപ്പ് പെട്ടി കഥയായിട്ട് എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ 5 ദിവസത്തെ ധ്യാനം 50 ദിവസമൊക്കെ ഞാൻ എന്നെ കൊണ്ട് കടുത്ത ധ്യാനമുറകൾ എടുപ്പിക്കരുത്. എങ്ങനെയാലും എനിക്ക് അവളെ കണ്ടൊന്ന് സംസാരിക്കണം. എന്നതാ പാപ്പച്ചായ ഒരു വഴി? എന്റെ പൊന്നു തോപ്പ, അവളിപ്പോ മിനിമം 3 എണ്ണത്തിനെങ്കിലും പെറ്റ് കാണും. പിന്നെ കണ്ടിട്ട് എന്നാ അതിനെ? പക്ഷെ കണ്ടിട്ട് പെറ്റൊരു ലുക്ക് തോന്നുന്നില്ല. അത് ശരിയാ. പഴയ കാമുകിക്ക് മക്കളുണ്ടോ, ഭർത്താവിന് പ്രത്യൽപാദന ശേഷിയുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ജിജ്ഞാസ എന്തായാലും പഴയ കാമുകനുണ്ടാവും. ഉണ്ടാവണം. അതാവണമടാ കാമുകൻ. വളിപ്പടിക്കല്ലേ, ചുമ്മാ വളിപ്പടിക്കല്ലേ. നിന്നോടാണ്. പെട്ടെന്ന് അവളെ ഇവിടെ വെച്ച് കണ്ടപ്പോ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നൊരു ആഗ്രഹം, അത്രേ ഉള്ളൂ. ജോപ്പാ, നിന്റെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു തരും. സെന്റ് മേരീസ് ബ്ലോക്ക്. തോപ്പ, ഇവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ വരെ വരാൻ എല്ലാവർക്കും പറ്റും. അതിനകത്തേറി ആനി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറ. എന്താ അവിടെ? ധ്യാനം കൂടെ വന്നേ. അതിന് ധ്യാന ഹോളിലല്ലേ? സ്ത്രീകളുടെ ബ്ലോക്കിൽ എന്താ കാര്യം? അല്ല സിസ്റ്റർ, ഒന്ന് കിച്ചൺ അന്വേഷിച്ച് ഇറങ്ങിയതാ. എന്നതാന്ന് അറിയത്തില്ല, രാവിലെ മുതൽ വയറിലൊരു ഏനക്കേട്. വയറിന് ഏനക്കേടുണ്ടെങ്കിലേ അടുക്കളയിലോട്ടല്ല ബാത്റൂമിലാ പോണ്ടത്. പോയായിരുന്നു, പക്ഷെ അവിടെ നിന്ന് ഇറങ്ങാൻ ഒക്കുന്നില്ലേ. ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ചതച്ച് കഴിച്ചാ ശകല നീറ്റിലുണ്ടെങ്കിലും ഭേദമാകുമെന്നാ ഈ ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് അടുക്കള അന്വേഷിച്ചിറങ്ങിയതാ. അടുക്കളതാ അവിടെയാ. വല്ലായ്മക്കാർ അങ്ങോട്ട് ചെന്നാട്ടെ. അടുക്കള അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നു. എന്നാടി നിന്ന് കളിക്കുന്ന? വായ്നോട്ടാണല്ലേ? നീ ആള് കൊള്ളാമല്ലോ. കൊച്ചുവായി വലിയ വർത്തമാനം പറയുന്നു. എന്നതാ നിന്റെ പേര്? റോസ്ലിൻ. റോസാന്ന് വിളിക്കും. ആരമ്മച്ചിയോ? എനിക്ക് അമ്മച്ചി ഇല്ല, മരിച്ചുപോയി. പപ്പയും അമ്മമ്മയും മാത്രമേ ഉള്ളൂ. ഓ, ഇതാണോ വലിയ കാര്യം. അങ്കിളിനും പപ്പ ഇല്ല, അമ്മച്ചി മാത്രമേ ഉള്ളൂ. അങ്കിളിന്റെ അമ്മച്ചിയെ റോസാക്കുട്ടിക്ക് തരാം. പകരം റോസാക്കുട്ടിയുടെ പപ്പായ അങ്കിളിന് തന്നാ മതി. എന്നാ സമ്മതമാണോ? ആട്ടെ, നീ എന്നാ പാവം ചെയ്തിട്ടാ എവിടെ വന്നിരിക്കുന്നത്? അയ്യോ, ഞാൻ ഒരു പാവം ചെയ്തിട്ടില്ല. എന്റെ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ. പപ്പ എന്നാ പാവം ചെയ്തു? ഭയങ്കര കുടിയാന്നേ, കള്ളുകുടി.
ഓ കള്ളു കുടിക്കുന്ന അത്ര വലിയ പാവാന്നു. അങ്കിളിന് അറിയണ്ടാ, ഞങ്ങളുടെ പള്ളിയിലെ ഫാദർ പറഞ്ഞ എന്നാന്നറിയാമോ? സകല പാവങ്ങളുടെ കാരണം കള്ളുകൂടിയാന്നാ. അതുപോലെ എന്റെ പപ്പയും കുടിച്ചില്ലെങ്കിൽ പാവുക. എന്നെ വലിയ ഇഷ്ടാ, കുടിച്ചാ പിന്നെ ദേഷ. ശരിയാ, അമ്മമ്മ കുടിച്ചു കഴിഞ്ഞാ പിന്നെ അവന് പ്രാന്ത, എല്ലാരെയും ഉപദ്രവിക്കും. നല്ലവനായിരുന്നു. എന്റെ മോള് പോയ പിന്നെ അവനിങ്ങനെ ആയത്. എന്റെ പപ്പ ഇവിടെ വന്ന് കുടി നിർത്തും, ഫാദർ നിർത്തിക്കും, എനിക്ക് ഉറപ്പാ. പിന്നെ ആളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നൂടെ? അങ്ങനെയൊന്നും അവനെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. 3-4 പ്രാവശ്യം ചികിത്സയ്ക്കും ധ്യാനത്തിനും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ആളുകൾ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ വരെ നോക്കിയതാ, നടന്നില്ല. കള്ളു കുടിച്ചാ പിന്നെ വല്ലാത്തൊരു ഊര അവന്. ഇനിയിപ്പൊ കർത്താവ് തമ്പുരാൻ കനിഞ്ഞാല് എന്തേലൊക്കെ നടക്കും. അതൊന്നും അല്ല മോനെ, ഈ പെങ്കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ആദ്യം എനിക്ക് എന്തേലും സംഭവിച്ചു പോയാ പിന്നെ. ഓ അങ്ങനെയൊന്നും ഉണ്ടാകില്ല അമ്മച്ചി. ഇല്ലടി കാന്താരി. കർണക്കൊന്ത തുടങ്ങി, ഞങ്ങളും കൂടെ ചെല്ലട്ടെ മോനെ. വാ മോളെ. ടാറ്റാ. പാവച്ചായോ, എനിക്ക് ആ കൊച്ചിന്റെ കാര്യം കേട്ടപ്പോ നെഞ്ചിനകത്തൊരു വിങ്ങൽ. നമുക്ക് എവിടെയെങ്കിലും പോയി ഓരോന്നും അടിച്ചാലോ? അല്ലെങ്കിൽ വേണം. നമുക്കൊക്കെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും കള്ളു വലിച്ചം കേട്ടു. ഇപ്പൊ തന്നെ കണ്ടല്ലേ ഒരുത്തന്റെ കഥ. എന്റെ കാര്യം വിട്, നിങ്ങൾക്കില്ലേ കുഞ്ഞുകുട്ടി വരാതിനൊക്കെ. നമുക്ക് ആ കുഞ്ഞിന്റെ ആ പപ്പായം കൊണ്ടുവന്നാലോ? എങ്ങനെ കൊണ്ടുവരുന്ന? ഞാൻ ചാടും. എന്റെ പൊന്നു ജോപ്പ, ആളുകൾ സെൻട്രൽ ജയിലിൽ വരെ ചാടിയിട്ടുണ്ട്. ഈ കോട്ടമല ധ്യാന കേന്ദ്രം ഇതുവരെ ഒരുത്തനും ചാടിയ ചരിത്രമില്ല. നമ്മൾ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇങ്ങോട്ട് വന്നത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എൻ്റെ കൂടെ നിന്നേച്ചാൽ മതി. വാ. സോറി, അറിയാതെ വിളിച്ചതാ. നാളെ പുറത്തുനിന്ന് അച്ഛന്മാരും കൗൺസിലേഴ്സും കാണും. അവർക്കുള്ള ഭക്ഷണം കരുതിയേക്കാൻ പോയിട്ടാ. കാണുന്നില്ലല്ലോ കുഞ്ഞുങ്ങളെ. അയ്യോ ഭൂതം. കിടിലൻ ലുക്ക്. ഒരു സെൽഫി. വാ വാ. ഞാനത് മറന്നു. ഞാനേ ആ വണ്ടിയെ കയറി അങ്ങ് പോയേക്കാം. നിങ്ങൾ വിട്ടു. പിന്നൊരു കാര്യം, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഓക്കെ? മോനെ ജോപ്പ, നീ എടുക്കുന്ന വലിയ റിസ്ക് ആണെന്നറിയാം. എന്നാലും പറയാ, നാളെ നീ ആ കൊച്ചിന്റെ അച്ഛനെ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. നീ വരുമ്പോ അച്ചായനൊരു ഫുള്ള് മേടിച്ചോണ്ട് വരുന്നതാ. ഇത് 200 ബാക്കി നീ ഇട്ടോ. നീ പറഞ്ഞ പോലെ ചെയ്യുന്നവനാണെന്ന് അച്ചായനറിയാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കുഞ്ഞ് എങ്ങോട്ടാ? കുഞ്ഞ് എന്നാ ഫാദറെ? കുഞ്ഞ് എങ്ങോട്ടാണ്? മംഗലപ്പുഴയ്ക്കാ. സെമിനാരിയിൽ നിന്ന് കുറച്ച് പുസ്തകമായിട്ട് വന്നതാ. എങ്കിൽ എന്നെ ആ ചേന്നങ്കര മുക്കിലൊന്ന് ഇറക്കാവോ? അവിടെ ഇടവകയിൽ ഒരു ധ്യാനം ഉണ്ട്. അതിനിപ്പോ എന്നാ ഫാദർ കയറിയാട്ടെ. എന്നെ അറിയത്തില്ല, മൂക്കിൽ എന്തോന്നോ ഒരു ഇത് ജലദോഷത്തിന്റെ ആണെന്നാ തോന്നുന്നത്. വണ്ടി വിട്ടാട്ടെ, വണ്ടി വിട്ടാ. വല്ലാത്ത ജലദോഷമാണോ ഫാദറെ? നല്ല ജലദോഷമാണ്. ഇതെന്നാ പറ്റി ഫാദറെ? താടിയില്ലാതെ മീശ മാത്രം? അതെ, ഞങ്ങളുടെ സഭയിലെ മീശ വെക്കാം. ഞാനൊന്ന് മയങ്ങാൻ പോവാ. നീ എന്നെ ചേന്നങ്ങനെ മുക്കിലെത്തുമ്പോ ഒന്ന് വിളിച്ചേക്കണേ. ആയിക്കോട്ടെ. എന്നാലും അവിടെ എത്തുമ്പോ നേരം വെളുക്കും. അവിടെ എത്തുമ്പോ നേരം വെളുത്താലും വിരോധമില്ല, നേരം വെളുക്കുമ്പോ അവിടെ എത്തിയാലും വിരോധമില്ല. നീ എന്നെ വിളിക്കാൻ മറക്കായിരുന്നു.